ഇവൻ ഇറങ്ങിയില്ലേ ഇതുവരെ? ഒന്ന് ഇറങ്ങി വാടാ വാവേ. നിനക്ക് അവിടെ 11 മണിക്ക് എത്തണ്ടേ? പുലർകാല സുന്ദര സ്വപ്നം കഴിഞ്ഞമ്മേ, ഇപ്പറങ്ങും. എത്ര മാസം വീട്ട്? 2 എണ്ണം. പൈപ്പ് ശരിയല്ല. പൈപ്പിന് പകരല്ലേ പാട്ടിടുന്നത്? നീ എന്തിനാ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന്? ഓ, ഞാനൊന്നും തുറന്നേ ഉള്ളൂ. അല്ല ചേട്ടൻ നാടല്ലേ ഇപ്പോഴും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടക്കാൻ? അതും ഏതോ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ. എടി, മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജറാണ്. കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ക്യാബിനിൽ ഇരുന്നാൽ മതി. ഇങ്ങനെ ഓട്ടോ ആയിട്ട് തെണ്ടണ്ട. ചേട്ടൻ ഇത് എന്തോന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ തന്നെ എല്ലാരും പറയുന്നത്? അവസാനം ടൈം കേട്ട് വീട് തോറും നടക്കാം. ഞാൻ നടന്നോളാം. ഓ, നടന്നു. ഒന്ന് മിണ്ടായിരിക്കടി. നീ പോയിക്കോ മോനെ. അതെ, ഈ ഷർട്ട് ഇങ്ങനെ അകത്തിട്ട നിനക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ പോണോന്ന് തോന്നിയാലോ? ആ സുരേഷ് ചിലപ്പോൾ ഓട്ടോയ്ക്ക് വരും. താക്കോല് കൊടുത്തേക്ക്. എന്താ ഇന്നലത്തെ ഇന്റർവ്യൂ? എന്താവാൻ, കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി. ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. വാ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങേരെ അയക്കുന്ന പൈസ അപ്പം തന്നെ പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അയക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞേ. അതൊരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താലെന്താ? ബാങ്കല്ലേ, അവിടെ കിടക്കൂലേ? അതിന്റെ ഉലുമാലൊന്നും എനിക്കറിയില്ല, അങ്ങേർക്കേ അറിയൂ. എന്തായാലും വാവ് കാരണം എനിക്ക് കണക്കിന് കിട്ടി. ടൈം കെട്ടി മാനേജർ ആകുമ്പോഴതല്ലേ. കളിയാക്കാ സിസ്റ്ററേ, നമുക്ക് ടൈം കെട്ടണ്ട, മാനേജറും ആവണ്ട. പെങ്ങളുടെ കല്യാണം നടത്തണം. വലിയ കടമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണം. മേഴ്സി സിസ്റ്ററേ, അച്ചായനോട് പറഞ്ഞിട്ടേ എനിക്കവിടെ ചെറിയൊരു ജോലി വാങ്ങിത്താ. കൊള്ളാം. കാനഡയിലോ? അങ്ങ് ദുബായിക്ക് പോകണമല്ലോ. അത്ര എളുപ്പമൊന്നുമല്ല കാനഡയിൽ പോവാൻ. ഭയങ്കര ചെലവാ. ഈ ഞാൻ തന്നെ എത്ര കാലമായിട്ട് ശ്രമിക്കുക. അങ്ങോട്ട് പോവാണോ കാനഡയ്ക്ക്? ഉടനെ ഉണ്ടോ? ആ, ഈ പ്രാവശ്യം എല്ലാം ശരിയാവുന്ന പറഞ്ഞേ. അമ്മച്ചിയേ, നിങ്ങളാകെ 2 പേരല്ലേ ഉള്ളൂ. കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഒരു കുറ്റി കൊണ്ടുവന്ന് തന്ന്. അമ്മച്ചിയേ. അവളോ? ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിരുന്നു. നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു. ഒന്നും മയങ്ങാനൊത്തില്ല, വിളിയോട് വിളി. അതെ, വേറൊരു ഫോണുണ്ട്, അത് ഓഫ് ചെയ്യാൻ മറന്നു അമ്മ. കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഇച്ചായം കൊടുക്കുന്ന നമ്പറാ. മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അപ്പൊ അച്ഛനാള് പറ്റി പ്രസ്ഥാനാണല്ലേ. നീ അതിങ്ങോട്ട് എടുത്ത് വെക്കടാ. കൈ നീട്ടുവാണ് സിസ്റ്ററെ. വേണ്ട, വെച്ചോ. എടാ വാവേ, നീ കവലയില്ലായിരുന്നോ? ഇല്ലിക്ക, എന്ത് പറ്റി? നമ്മുടെ അത്തിക്കാട്ട പ്രസാദ് ഏട്ടനെ കറണ്ട് അടിച്ചെന്ന് പറയുന്ന കേട്ട് രാവിലെ ടൗണിൽ നിന്ന്. എന്നിട്ട് വേറൊന്നും അറിഞ്ഞില്ല. അതെ, ഊതിയ വെള്ളം വെച്ച് നിൽക്കണ്ട, പിന്നെ ഫലവിലുണ്ടാകും. ആ ആ എടാ ബാവേ, ആ പ്രസാദിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അയാൾക്ക് ഓപ്പോസിറ്റീവ് രക്തം വേണമെന്ന്. നീയൊക്കെ എന്ത് കോണാപ്പന്മാരാണ്? ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞൂടെ? ഞങ്ങൾ നിന്നെ കാത്തിരിക്കില്ലെന്നാ. ഈ സിസ്റ്ററോട് ബാക്കി പോയതല്ലേ, പോണത് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് പറയാൻ പാടില്ലേ? നാളിന്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റീവ് അല്ലേ, കുഴപ്പമില്ലാന്ന്. ഇനി വർത്താനം പറയാതെ വന്ന് കയറി. വേണ്ട, വിളിക്കാം, എന്റെ ആവശ്യത്തിന് വിളിക്കാം. ഹലോ, കുറച്ച് ബ്ലഡ് വേണമായിരുന്നു. ഓപ്പോസിറ്റീവ് വേണോ? ഗെയിമിലാണോ വെച്ചാനെ? പണിക്കും പോടാ. പറ്റിയ ടീമിനോടാ ചോദിച്ചത്. അവന്മാരൊക്കെ ബ്ലഡ് പറ്റിപ്പോയ ടീമാ, ഊറ്റാനൊന്നും അതിനേക്കാളും നല്ല പ്രസാദിനെ കൊല്ലുന്ന. ടൗണിൽ നിന്നാണ് വരുന്നത്. പ്രസാദിന്റെ കാര്യം ഞാൻ വരാം. നിങ്ങളോട്ടോ. നിന്റെ ബ്ലഡ് ഓപ്പോസിറ്റീവ് ആണോ? എന്റെ ഓപ്പോസിറ്റ് ഇല്ല, എനിക്ക് വേറെ സംഘടിപ്പിക്കാം. എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. എടാ നിങ്ങളോട്ടോ, ഞാൻ പറയാം. അവനോടൊന്നും പറയണ്ടായിരുന്നു. അവൻ വലിയ മറ്റേതല്ലേ, KNL. അതിന് പറയണ്ടായിരുന്നു.
ഇതെന്നാടാ അവൻ്റെ ദേഹത്ത് മറ്റേ റബ്ബർ പാലാണല്ലോ ഓടണത്. ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോഴാണ് അവൻ്റെയൊക്കെ കേന്നലും മാങ്ങാത്തൊലിയും. എന്ത് തേങ്ങയാണെങ്കിലും അവൻ നല്ല മനുഷ്യനാ, സ്നേഹമുള്ളവനാ, അതിൽ കൂടുതലൊന്നും ഒന്നുമില്ല. ശൈലേന്ദ്രകുമാർ ചെന്ന് പറയടാ. ആര് വിളി? എടാ അവർ വിളിച്ചെന്ന്. നിങ്ങൾ വിളിച്ചില്ലേ? കുറെ നേരമായില്ല എന്തുട്ടെടുക്കണതിനകത്ത്. ചെല്ലങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞോ? ആ എന്താടാ എന്താണ് എന്താണ് പ്രശ്നം? ഇന്നെന്താണ് വിഷയം? പൊട്ടിച്ചു കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളു. എന്താണിക്ക? എടാ നീ നീ ഇന്ന് ടൗണിൽ പൊട്ടിക്കുന്നുണ്ടോ? ആ ടൗണിൽ 3-ാം മൈലൊക്കെ ഒട്ടിക്കുന്നുണ്ട്. എടാ ഇന്ന് ഇതും കൂടെ ഒട്ടിക്കടാ. എന്ത്? നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പോസ്റ്ററാടാ. ഞാൻ അതിനു വേണ്ടി പറഞ്ഞല്ലോ. കാശേരാടാ. കപ്പടിക്കൊക്കെ വാ ചായ കുടിക്കാം. മോ നിങ്ങളുടെ പുയ്യാപ്പിള വന്നാ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ല. ഈ ചുക്കും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ചുരം കയറി പോകുന്നതേ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ. സുൽത്താൻ ബത്തേരിയിലൊക്കെ നല്ല മൊഞ്ചത്തിമാരുണ്ട്. ഒന്ന് ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് അകത്ത് ഭയങ്കര ചൂടടാ. റുബീനോ ഇന്ന് വാപ്പാടൊക്കെ സ്പെഷ്യൽ കാണും. ഓ ഞാൻ എവിടേക്ക് തിരക്കിടാ. നീ എവിടെ പോയി കിടക്കുക? നിങ്ങൾ വാ. ആ ഞാൻ കുളിച്ചിട്ട് വരാം. നീ പറഞ്ഞാൽ എനിക്ക് ചെറിയ സംശയം കേട്ടാ. അമ്മ ആ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ബാണാസുരന്റെ ഒരു വരവുണ്ട്. ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ. പലിശക്കെടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടിണി കിട്ടു പോകുന്നില്ലേ, ആ പൈസ വാങ്ങിക്കാൻ. നേരത്തെ ഞങ്ങൾ തമ്മിൽ ഒരേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തുണിക്കടയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് ഇഷ്ടത്തിൽ പോയത്. എവിടെയായിരുന്നു തുണിക്കട? അവിടെ തന്നെ കൊടുവായൂർ തന്നെ. കൊടുവായൂർ തന്നെയുള്ള തുണിക്കടയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇതേതാണ്? കഥയല്ലിത് ജീവിതം. നല്ല രസമുള്ള പരിപാടിയാണ്. നല്ല രസമുണ്ടല്ലേ? നാട്ടുകാരുടെ ജീവിതം തൊലയാണ്. നീ പോടാ, തൊലയുന്നത് കാണാനൊന്നുമല്ല. ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട്. പഠിക്ക് ഇതുപോലെ വന്നിരിക്കുക ടി വിയിൽ. അമ്മ ചോറെടുക്ക്. ഇത് സാമ്പാർ. പൂർവ്വമാണല്ലോ. ഇത് ജയല്ലേ? അല്ലല്ല, നിഷ കുറ്റിപ്പുറത്തുള്ള. അല്ലടാ സുരേഖയാ. അല്ലടി നിഷ. ഇതാ വന്ന് നോക്ക്. താല്പര്യം പറഞ്ഞിട്ട്